ജീവിതത്തിൽ നമ്മൾ പലയിടത്തും പരാജയപ്പെടുമ്പോൾ സ്നേഹത്തോടെ ആത്മധൈര്യം നൽകി കൂടെയുണ്ടാകുന്ന ചിലരുണ്ട്. അവരുടെ വാക്കുകൾ മതി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ. ജീവിതം രണ്ടു കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പിറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്നത്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും, മാർഗം എത്ര കഠിനമാണെങ്കിലും, വിധി നമുക്കായി കരുതി വെച്ചതാണെങ്കിൽ നാം അവിടെ എത്തുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരാകണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകാം വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ അത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കുന്നു. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവില്ല. ഈ ലോകത്ത് നിങ്ങളെ സന്തോഷപ്പെടുത്താൻ മറ്റാരേക്കാളും യോഗ്യത നിങ്ങൾക്ക് തന്നെയാണ്. സത്യത്തെ തിരിച്ചറിഞ്ഞ രണ്ടുപേർക്കിടയിൽ വാദപ്രതിവാദത്തിനുള്ള കാരണങ്ങളൊന്നുമില്ല. അവരവിടെ നിശബ്ദമായിരിക്കും. ഭാവിയിൽ ഓർക്കേണ്ട ഒരു നിയമമിത: കഠിനമായി തോന്നുന്ന ഓരോ പ്രവൃത്തിയും ദൗർഭാഗ്യകരമല്ല. ഓരോ ബുദ്ധിമുട്ടും നല്ലതിനു വേണ്ടി മാത്രം. പരിശീലനമില്ലാതെ അറിവില്ല, അറിവില്ലാതെ ആത്മവിശ്വാസമില്ല, ആത്മവിശ്വാസമില്ലാതെ വിജയവുമില്ല. ഒരു ദിവസം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൺമുന്നിൽ മിന്നിത്തിളങ്ങും. അത് കണ്ണിനും മനസ്സിനും ആനന്ദം നൽകുന്ന ഒന്നാണെന്ന് ഉറപ്പിക്കുക. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. വളരെ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണുന്നവരായിരിക്കും നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വികാരങ്ങളെക്കാൾ ശക്തമാകുമ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്കുകൾക്ക് പക്വത കൈവരുകയുള്ളൂ. മനുഷ്യൻ നന്നാവണം. പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും ശുദ്ധി വേണം. നിസ്വാർത്ഥമായ സേവനത്തിന് എപ്പോഴും ഈശ്വരാനുഗ്രഹമുണ്ടാകും. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നന്നായി വരുമെന്നത് അസാധ്യമാണ്. ഒരു യഥാർത്ഥ സ്ത്രീ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ പ്രശസ്തിയോ ഒന്നുമല്ല. അവൾ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ സ്നേഹവും വിശ്വാസവും കരുതലുമാണ്. വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായൊന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അതുമാത്രം കേൾക്കുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് പരതി നോക്കുക. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നതെന്ന്. വസ്തുക്കൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും. ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം. എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും വേണം. മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നും ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും ഓർക്കുക. മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാനും ഉപേക്ഷിക്കാനും മറക്കാനും പ്രയാസമാണ്. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെയാവണം. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പരിശീലിക്കണം. എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം. ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ്. കത്തുകയോ അണയുകയോ ഇല്ല, നേര് പുകഞ്ഞുകൊണ്ടേയിരിക്കും. കാലചക്രത്തിന്റെ കറക്കത്തിൽ ഇന്നത്തെ പരാജയം നാളത്തെ വിജയവും, ഇന്നത്തെ വിജയം നാളത്തെ പരാജയവുമായി മാറാം. എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തല കുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം, മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ്. നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്തവരോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു ബുദ്ധിശൂന്യനാണെന്നല്ല. പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യുവാനുള്ള പക്വതയുണ്ടെന്നാണ്. തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങളൊന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കുവാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക.
സ്ത്രീയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ബുദ്ധിമാനായ ഒരു പുരുഷന് പോലും തെറ്റ് സംഭവിക്കുന്നു. എന്നാൽ പുരുഷനെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ബുദ്ധി കുറഞ്ഞ സ്ത്രീകളിൽ പോലുമുണ്ട്. ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക, പകരമൊന്നും ആഗ്രഹിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശിക്കേണ്ടി വരില്ല. പിടിവാശി കൊണ്ടോ അഹംഭാവം കൊണ്ടോ ജീവിതത്തിൽ ഒന്നും നേടാനാവില്ല. എന്നാൽ വിട്ടുവീഴ്ച കൊണ്ട് പലതും നേടാനാകും. നിങ്ങൾക്ക് തടസ്സങ്ങളില്ലാത്ത ഒരു പാത കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് മിക്കവാറും നിങ്ങളെ ഒരിടത്തും എത്തിക്കില്ല. ആകുലത ഒരിക്കലും ഒന്നും നേടില്ല. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത്. ജീവിതത്തിലെ പല പരാജയങ്ങളിലും ശ്രമം ഉപേക്ഷിച്ചവർ വിജയത്തോടെ എത്രമാത്രം അടുത്തിരുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണ്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ മനസ്സിന് സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാനാകും. ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം നിങ്ങൾ തീരുമാനിക്കുക. അവസരത്തിനായി കാത്തിരിക്കരുത്, ഇന്ന് തന്നെ ചെയ്യുക. നിങ്ങളുടെ ഭാവി ദുഃഖത്തിന് നിങ്ങൾ സ്വയം ഉത്തരവാദികളാകരുത്. നിങ്ങൾക്ക് വിജയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിജയിക്കുക. നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നവർക്കൊപ്പം ജീവിതം പങ്കുവയ്ക്കുക. വിജയമല്ല സന്തോഷത്തിലേക്കുള്ള മാർഗം. എപ്പോഴും സന്തോഷമായിരിക്കുമ്പോൾ വിജയം നമ്മളെ മാടി വിളിക്കും. ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. മോശം വ്യക്തികളോട് കൂട്ടുകൂടിയാൽ നിങ്ങളും അവരെ പോലെ തരം താഴും. മൂല്യമുള്ള വ്യക്തികളോടുള്ള സഹവാസം നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. വിജയത്തിലേക്കും പരാജയത്തിലേക്കുമുള്ള പാത ഒരുപോലെയാണ്. എന്നാൽ വേഗതയും ലക്ഷ്യബോധവുമാണ് വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യാത്ത മനുഷ്യൻ ചിറകില്ലാത്ത പക്ഷിക്ക് സമാനമാണ്. ജീവിതത്തിലെ ഇന്നലകളെ നമുക്ക് മാറ്റാനാവില്ല. പകരം ഇന്ന് പ്രവർത്തിച്ച് നാളെയെ നമുക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾക്കുള്ളതിൽ എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഒന്നുമില്ലാത്തവരായി ധാരാളം പേരുണ്ട്. ലാളിത്യം, ക്ഷമ, അനുകമ്പ ഇവ മൂന്നും ഏറ്റവും വലിയ നിധിയാണ് സ്വന്തമാക്കുക. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കുന്നത് നിർത്തുക. ഒരിക്കലും പഠനം നിർത്തരുത്. കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കുന്നത് നിർത്തുന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് അറിയാമോ? തെറ്റ് സംഭവിക്കുമോ എന്ന് നിരന്തരം ചിന്തിച്ച് ഒടുവിൽ തെറ്റിലേക്ക് വീഴുന്നതാണ്. മറ്റാരും നിങ്ങളെ വീക്ഷിക്കാനില്ലാത്തപ്പോഴും സത്യസന്ധത പുലർത്തുക എന്നതാണ് സ്വന്തം മനസ്സിനോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ആത്മാർത്ഥത. നിങ്ങൾ ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകരുമ്പോൾ നിങ്ങളിലേക്കും സന്തോഷം തിരികെ എത്തുന്നു. പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ മികച്ച രീതിയിൽ വീണ്ടും പരിശ്രമിക്കുന്നവരാണ് യഥാർത്ഥ വിജയി.